അപ്പൊ ഞാനീ പറയുന്നത് തന്നെ ഹൃദയത്തിന്റെ അകത്തു നിന്ന് ദൈവത്തോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി തകർച്ചയ്ക്കകത്തോടെ കിടന്നു വന്ന വീഴ്ചകളുടെ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവണത പോലെയാണ് ദൈവത്തോടുള്ള സ്നേഹം അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന മനുഷ്യൻ എപ്പോഴും ഏതേലും മേഖലകളിൽ സ്വാർത്ഥത ഉൾക്കൊള്ളുന്നവനായിരിക്കും. എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ഏതേലും മേഖലയിലുള്ള സ്വാർത്ഥത എന്തെല്ലാം കൊടുത്താലും വിട്ടകലാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു സ്വാർത്ഥത അവനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും, ഒരു സംശയവും വേണ്ട. കാരണം അത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അങ്ങനെ ഹൃദയം പൊട്ടി തകർന്ന് വരുന്ന മനുഷ്യരുണ്ട്. ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ചില പരീക്ഷകളൊക്കെ 8ഉം 10ഉം പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് കടന്നു വരുന്നവരുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, ജീവിതത്തിൽ പരാജയപ്പെട്ട് ജീവിച്ചിരിക്കണമെന്ന് പോലും ആഗ്രഹമില്ല, മുന്നോട്ട് പോകാൻ ഒരു വഴികളുമില്ല, ഓരോ രാജ്യങ്ങളിൽ എത്തപ്പെട്ട് പോയിട്ട് ഞങ്ങളുടെ ജീവിതം വളരെ ദയനീയമാണ്, എന്തെങ്കിലും മാർഗ്ഗത്തിലൂടെ ദൈവം ഒരു കരുണ തരണം. അപ്പോൾ ഞാൻ അവർക്ക് കുറേ ക്ലാസ്സുകൾ കൊടുക്കും, അവരുടെ ജീവിതം ഇതെന്തിനു ചെയ്യുന്നു, എന്തിനാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്, ഇത് നിലനിർത്തണം, ഇന്ന പോലെയൊക്കെ പോകും. പക്ഷേ ഇത് കൈ കിട്ടിയാൽ എങ്ങനെയാലും കരഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കിയൊക്കെ തമ്പുരാന്റെ ഒരു കരുണയ്ക്ക് യാചിച്ച് ഇത് ഇവരെയും അതുപോലെ പ്രാർത്ഥിപ്പിച്ചൊക്കെ ഇത് കൈ കിട്ടിയ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ അവർ വേറൊരു തലത്തിലേക്ക് പോകുന്നു. അവർക്ക് പിന്നെ ഈ പ്രാർത്ഥനയെ അറിയില്ല, അവർക്ക് ദൈവത്തെ അറിയില്ല, പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അറിയില്ല, പിന്നെ അവർക്ക് സമയമില്ല, അവർ തിരക്കിന്റെ മേഖലയിൽ പോകുന്നു. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് കാരണം ആവശ്യക്കാർ മാത്രമായി രൂപപ്പെടുന്നു. ക്രിസ്തുവിനെയോ ക്രിസ്തു ഇഷ്ടത്തെയോ ലോകത്തിനപ്പുറത്തേക്കുള്ള മനുഷ്യന്റെ കിടന്നുപോക്കിനെയോ ഉൾക്കൊള്ളാൻ അവരാരും തയ്യാറല്ല. ലോകത്തിൽ ഇന്ന് നിലനിൽക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന സന്തോഷമാണ് അവരുടെ ഏറ്റവും വലുതെന്നാണ് ഞാനത് ഇന്ന് പഠിക്കുന്നത്. നാളെ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാലും അത് എനിക്ക് സംഭവിക്കില്ല, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാനിനിയിപ്പോൾ ഇങ്ങനെ പോകും, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നന്നായിരിക്കുന്നു എന്ന ഒരവസ്ഥ ഇവരൊക്കെ കീഴ്പ്പെടുത്തുന്നതായിരിക്കാം ഇവരൊക്കെ ഇങ്ങനെ ഒരു തലത്തിലേക്ക് പോകുന്നത്.